ഇന്നത്തെ റെസിപ്പി ഒട്ടും ഫ്ലോപ്പ് ആവാതെ ഉഴുന്നുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുള്ള ഉഴുന്നാണ്. അപ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒരു തുണിയിലിട്ടിട്ടൊന്ന് വെള്ളം വാർത്തെടുക്കാം. ഇനി ഇത് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 കറിവേപ്പില, പിന്നെ പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിർത്തിയിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടി, കാരണം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഉഴുന്ന് ഏകദേശം നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു മാവ് കറക്റ്റായിട്ട് കിട്ടില്ല, വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഉഴുന്നുവട ശരിയാവുകയും ചെയ്യില്ല. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നിർത്തിയിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നിർത്തി അരച്ചെടുത്തിട്ട് അവസാനം ഏകദേശം ഒന്ന് അരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കുറേശ്ശെ ബാച്ചാക്കി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊന്നും മുളകും കറിവേപ്പിലയും ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഫസ്റ്റത്തെ ബാച്ചിൽ മാത്രമാണ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതിലേക്ക് കുറേശ്ശെയായിട്ട് ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് സമയം നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുത്താലേ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളതിലേക്ക് ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അതേപോലെ തന്നെ കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ചെറിയ ബോൾസാക്കി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് സെൻറ്ററിൽ വിരൽ വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മുടെ വട ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ കൈയൊന്ന് നനച്ചിട്ട് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് വിരൽ വെച്ചിട്ടൊരു ഹോൾസ് ഇട്ടിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊങ്ങി നല്ല കളറൊക്കെ മാറി കറക്റ്റായിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഉഴുന്നരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും കൂടി പോവാതെ കറക്റ്റായിട്ട് അരച്ചെടുത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പുറം ഭാഗം അത്യാവശ്യം ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉഴുന്നുവട തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.